ചില രോഗങ്ങൾ നമ്മളെ തളർത്തിക്കളയും. എന്നാൽ ആ രോഗങ്ങളെ ചിരിച്ചുകൊണ്ട് തോൽപ്പിക്കുന്ന ചില മനുഷ്യരുണ്ട് നമ്മുടെ ചുറ്റുപാടും. അങ്ങനെ ഒരാളാണ് ഡോക്ടർ ഫാത്തിമ അസ്ലം. എല്ലുകൾ പൊടിയുന്ന രോഗമുള്ളപ്പോഴും അവർ ചിരിച്ചുകൊണ്ടാണെന്നും മലയാളികളോട് സംസാരിച്ചിട്ടുള്ളത്. ഇന്ന് തന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളാണ്. ലോകത്തിൽ ആദ്യമായി തന്നെ ആയിരിക്കാം മഹറായി ഒരാൾക്ക് വീൽ ചെയർ കിട്ടുന്നത്. വിവാഹം എന്ന ചിന്ത മനസ്സിൽ ഉയർന്നപ്പോൾ തന്നെ വീൽ ചെയർ ആയിരിക്കണം മഹറെന്ന് ഫാത്തിമ ആഗ്രഹിച്ചിരുന്നു. തന്നെ മനസ്സിലാക്കുന്ന ഒരു പങ്കാളിക്ക് മാത്രമേ അത് സമാനമായി നൽകുവാൻ കഴിയുകയുള്ളൂ എന്നും അവർ വിശ്വസിച്ചിരുന്നു. അതുതന്നെയാണ് ഇന്ന് ഫിറു എന്ന തന്റെ ജീവിത പങ്കാളി അവർക്ക് മഹറായി നൽകിയതും. എൻ്റെ പേര് ഫാത്തിമ അസ്ല. ഞാൻ കോഴിക്കോട് താമരശ്ശേരിയാണ് വീട്. കോട്ടയം ഹോമിയോ മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജനാണ്. പിന്നെ ഫിറോയുടെ വീടാണെങ്കിൽ കൽപ്പേണി ലക്ഷദ്വീപുകാരാണ്. ആർട്ടിസ്റ്റാണ്. പിന്നെ ആർട്ട് ഡിറക്ഷനൊക്കെ ചെയ്യാറുണ്ട് സിനിമകളിലൊക്കെ. എൻ്റെ വീട്ടിൽ ഉപ്പ, ഉമ്മ, രണ്ട് അനിയത്തി, ചേട്ടന്മാര്, ഞങ്ങൾ 5 പേരാ. ഞങ്ങൾ 4 പേരാണ്. ഇക്കാക്കയും അനിയനും അനിയത്തിയും അപ്പയും ഉമ്മച്ചിയും. പ്രണയവിവാഹമാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വിവാഹത്തിലോട്ട് എത്തിയത്. നമുക്കിടയിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ സംസാരിച്ച് നമ്മൾക്ക് ഏകദേശം ഒരേ വ്യൂസും ഒരേ കൺസെപ്റ്റും കുറേ ഡ്രീംസൊക്കെ ഏകദേശം ഒരേപോലെ ആയിരുന്നു. അങ്ങനെയാണ് വിവാഹം കഴിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എത്തിയത്. കൊറോണയുടെ സമയത്താണ് നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. വെച്ചാൽ കൊറോണയുടെ തുടക്കകാലത്ത്. അപ്പോൾ ഞാൻ ദ്വീപിലായിരുന്നു. അപ്പോൾ ദ്വീപിലുള്ള സമയത്ത് നമ്മളെ ഈ പറയുന്ന ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവരും കൂടി നമ്മളൊരു കോൺഫറൻസ് കോളൊക്കെ വിളിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായിട്ട് വന്ന ആളാണ് ഈ പറയുന്ന ഫാത്തു. അപ്പോൾ അങ്ങനെ സംസാരിച്ചു തുടങ്ങി. പിന്നെ അതൊരു ഞങ്ങൾ ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് തമ്മിലൊരു ഉള്ളിലൊരു ഇഷ്ടം, ഒരു അടുപ്പം, ഒരു പൊരുത്തം എന്നൊക്കെ പറയുന്ന പോലെ ഒരു കണക്ഷൻ ഉള്ളതുപോലെ ഫീൽ ചെയ്തു. ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. അങ്ങനെ കൂടുതൽ അടുത്തു. പിന്നെ 6 മാസം കൊണ്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞു. പിന്നെ 1 വർഷത്തിൽ ഇതാ കല്യാണമായി. എല്ലാം പെട്ടെന്നായിരുന്നു. ഫിറൂടെ എല്ലാം ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ നോക്കിയൊന്നും നല്ല ഇഷ്ടപ്പെട്ട. ഫിറു എന്ന് പറഞ്ഞ മനുഷ്യനെ മൊത്തമായിട്ട് ഇഷ്ടമാണ്. ഭയങ്കര ഹോണസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ആളുകളോടാണ് കൂടുതൽ ഇഷ്ടം. എല്ലാം പറയുന്ന, അല്ലെങ്കിൽ എല്ലാം എന്നോട് ഷെയർ ചെയ്യുന്ന. ഞാനും അങ്ങനെ തന്നെയാണ്. എൻ്റെ മനസ്സിലൊന്നും വെക്കാറില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ക്യാരക്ടറൊക്കെ ഫിറൂഡിൻ്റെ ഉള്ളിലുണ്ട്. ഫിറു എന്ന് പറഞ്ഞ മനുഷ്യനെ മൊത്തമായിട്ട് ഇഷ്ടമാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ എന്തോ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? അതെ. അപ്പം അതിൻ്റെ ഇടയിൽ എപ്പോഴൊക്കെയോ ഇങ്ങനെ സംസാരം വന്ന് അങ്ങനെ ആയിരിക്കാം. അതങ്ങനെ വലിയൊരു സംഭവമായിട്ട് നടന്നിട്ടോ അങ്ങനെ പ്ലാൻ ചെയ്ത് സംഭവിച്ചോ അല്ല. അത് ഓട്ടോമാറ്റിക്കലി ഞങ്ങൾക്കിടയിൽ ഉണ്ടായൊരു ഫ്ലോയിൽ അങ്ങ് വന്നൊരു സാധനമാണ്. മഹർ വീൽ ചെയർ ആയിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ചിന്ത വന്നു തുടങ്ങിയ സമയത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു മഹർ വീൽ ചെയർ ആണ് എന്ന്. അപ്പോൾ അത് ഫിറൂടെ അടുത്ത് ഡിസ്കസ് ചെയ്തപ്പം ഫിറു ഫുള്ളി സപ്പോർട്ട് ചെയ്തു. ഫിറു അത്രയും എക്സൈറ്റഡ് ആയിരുന്നു അത് പറഞ്ഞപ്പം. കാരണം നമ്മൾ കൂടുതലും യാത്രകളെ കുറിച്ചാണ് സംസാരിക്കുക. അപ്പോൾ ഈ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ എളുപ്പത്തിനുള്ള തരത്തിലുള്ള ഒരു വീൽ ചെയർ ആവുക. ഇതൊരു ഒറ്റ ഫോൾഡിങ്ങിലുള്ള ഒരു വീൽ ചെയർ ആണ്. അപ്പോൾ യാത്ര ചെയ്യാൻ ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു വീൽ ചെയർ ആവണം എന്നൊക്കെയാണ് ഞങ്ങൾ ഡിസ്കഷനിൽ വന്നത്. അത് മഹറാവുക എന്നുള്ളതൊക്കെ പിന്നീട് ഉണ്ടായതാണ്. പിന്നെ നമ്മളെപ്പോഴും ഡിസബിലിറ്റീനെ അല്ലെങ്കിൽ വീൽ ചെയറിനെ ഒരു കൗതുകത്തോടെ സാധാപ്യത്തോട് കൂടെ കാണുന്ന ഒരു സൊസൈറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് ഇതൊരു മഹർ കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു മെസ്സേജ് കൂടെയാണ്. മഹറായിട്ട് പോലും വീൽ ചെയർ കൊടുക്കാം. അതൊരു മെസ്സേജ് കൂടെ ആയിട്ട് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാലുകളൊക്കെയാണ്, ചെറുതൊക്കെയാണ് വീൽ ചെയർ. ഞാനിപ്പോ കേരളത്തിലോട്ട് മൊത്തമായിട്ട് വന്ന് നിൽക്കേണ്ടി വരും എന്നുള്ള അവർക്കൊരു ഇതുണ്ടായിരുന്നു. കാരണം ദ്വീപിൽ നിന്ന് വിട്ട് നിൽക്കുകയാണല്ലോ, വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി വേറൊരു തരത്തിലുള്ള എതിർപ്പോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഭയങ്കരമായിട്ട് മക്കൾക്കാണെങ്കിലും ഫ്രീഡം, അവരുടെ ചോയ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫാമിലിയാണ്. എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു. ഡിസബിലിറ്റീനെയൊക്കെ അപ്രോച്ച് ചെയ്യുന്ന രീതി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു ഫാമിലി മൊത്തമായിട്ട് അപ്രോച്ച് ചെയ്തത്. ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ ചോയ്സസിനെ റെസ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് എൻ്റെ ഫാമിലിയും. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് 2 ഫാമിലിയിലും ഉണ്ടായിട്ടില്ല. ജനിച്ചപ്പം തൊട്ടേ എനിക്ക് ഫ്രാക്ചർ വരിക എന്നുള്ളതാണ്. ഓസ്റ്റിജൻസിസ് ഇംപെർഫെക്റ്റ് എന്ന് പറയുന്നതാണ് അസുഖം. പെട്ടെന്ന് എല്ലുകൾ ഒടിഞ്ഞു പോകും. അപ്പം ജനിച്ച് 3rd ഡേ തൊട്ട് ഫ്രാക്ചർ വരുന്നുണ്ട്. ഏകദേശം 50ഓളം തവണ ഫ്രാക്ചേഴ്സ് വന്നിട്ടുണ്ട്. എനിക്ക് വാക്കർ വെച്ച് ഞാൻ നടക്കും വീട്ടിൻ്റെ ഉള്ളിലൂടെയൊക്കെ. പുറത്തൂടെ നടക്കാനോ അല്ലെങ്കിൽ
വാക്കർ ഇല്ലാതെ നടക്കാനോ ചിലപ്പം ഫ്രാക്ചർ വരാൻ സാധ്യതയുണ്ട് നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ. സർജറിക്ക് കഴിഞ്ഞ് ബെറ്ററായി, ഫ്രാക്ചറിൻ്റെ ഫ്രീക്വൻസി എല്ലാം കുറഞ്ഞു. മുക്തി ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഇത് ഈ അസുഖത്തിനൊരു മരുന്നൊന്നുമില്ല. നമ്മൾ ബെൻഡ് കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ബോണിന് സ്ട്രെങ്ത് കൊടുക്കുന്ന ചില മെഡിസിൻസ് അതൊന്നും അത്രയും നിർബന്ധമൊന്നുമില്ല. മാറണം എന്ന് നിർബന്ധമില്ല, മാറാൻ സാധ്യതയൊന്നുമില്ല. ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇനി ഫ്രാക്ചർ ഇനി ഫ്രാക്ചർ വരാതെ നോക്കുക എന്നൊക്കെയുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും ഫാമിലിനെ തന്നെയാണ് മിസ് ചെയ്യുന്നത്. ഇപ്പം അവർക്കാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നോട് ഭയങ്കരമായിട്ട് അവർ കൊണ്ടുവരുന്നതാണല്ലോ ഇത്രയും വർഷങ്ങൾ. അപ്പം പെട്ടെന്നൊരു അങ്ങനെ കൊണ്ടുപോയപ്പോൾ ഒരു ചെറിയ സങ്കടമൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഫാമിലിനെ മിസ് ചെയ്യുന്നുണ്ട് നന്നായി. പിന്നെ സഹായങ്ങൾ ഇവിടെയാണെങ്കിൽ ഫിറോയുടെ ഫാമിലി അനിയത്തിമാരൊക്കെ അടിപൊളിയാണ്. പിന്നെ ഫിറോണ്ട് പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം എനിക്ക് തന്നെ ചെയ്യാനും പറ്റും. അങ്ങനെ ഫുള്ളി ഡിപ്പെൻഡൻ്റ് ഒന്നും അല്ല. വീൽ ചെയർ തടസ്സം എന്ന് പറയുമ്പം നമ്മളുടെ സൊസൈറ്റി ഒട്ടും ഡിസേബിൾഡ് അല്ലെങ്കിൽ വീൽ ചെയർ ഫ്രണ്ട്ലി അല്ല. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ജഡ്ജ്മെൻ്റിലായിരുന്നു സൊസൈറ്റി. അതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. അത് ഒരിക്കലും ഒരു തടസ്സമല്ല. ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് ഇരിക്കുന്നത്, ഞാൻ ഓക്കെ ആയിട്ട് ഇരിക്കുന്നത് വീൽ ചെയറിലാണ്. അല്ലെങ്കിൽ വീൽ ചെയറിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ സൊസൈറ്റി വീൽ ചെയർ ഫ്രണ്ട്ലി ഡിസേബിൾഡ് ഫ്രണ്ട്ലി അല്ലാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു യാത്രകളൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ 2-3 സ്ഥലങ്ങളിൽ ഇപ്പോൾ പോയി. ഇന്നലെ നിലമ്പൂരിൽ നിന്ന് എത്തിയിട്ടുള്ളൂ. ഇന്നിപ്പോൾ വയനാട് പോവാണ്. പിന്നെ എല്ലാവരും വിളിക്കുന്നുണ്ട്, സുഹൃത്തുക്കളൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ പോണം, പറ്റുന്നിടത്തൊക്കെ പോകണം. ലീവ് എടുക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ലോങ് ഒന്നും പോകാൻ പറ്റിയ അവസ്ഥയിലല്ല ഇപ്പോൾ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഹൗസ് സർജൻസി കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ ലക്ഷദ്വീപിൽ തന്നെ പോവാന്നുള്ളതൊക്കെയാണ് നമ്മളെ പ്ലാൻ. അതിന്റെ ഇടയിൽ സമയം കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ പോയി വരും. ഒന്നാമത് ആദ്യം തന്നെ പറയാനുള്ളത് ഡിസബിലിറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന രീതികളിൽ മാറ്റം വരണം. നമ്മൾ അവരെ സെലിബ്രേറ്റ് ചെയ്യുന്ന രീതികളിൽ മാറ്റം വരണം. അല്ലേ ഫിറു? ഇപ്പം ഇങ്ങനെയുള്ള കല്യാണങ്ങളിലൊക്കെ കൗതുകമാവണത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വളരെ ചുരുക്കമായതുകൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് ഇതൊക്കെ വളരെ നോർമലൈസ് ചെയ്യുക. അതേപോലെ തന്നെ അവർക്ക് വേണ്ട ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം വീൽ ചെയർ യൂസ് ചെയ്യാൻ പറ്റണ അത് മാത്രമല്ല കേട്ടോ. ഞാനിപ്പം വീൽ ചെയറിൽ ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് വീൽ ചെയറിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പം അവരെല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സൊസൈറ്റി വരിക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നോർമലാവും. ഈ കൗതുകവും സാധാപൊക്കെ മാറി വരും. എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെയാണ്. ഇങ്ങനെ ആളുകൾ ഇങ്ങനെ തുറച്ച് നോക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടൊക്കെയാണ്. പിന്നെ ഒന്നും മാറാൻ പറ്റണതല്ലല്ലോ ആളുകളുടെ. ഇപ്പോഴത്തെ ജനറേഷനിൽ കുറച്ച് മാറ്റം വരുന്നുണ്ട്. അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണുമ്പോൾ ചിലപ്പോൾ സങ്കടമൊക്കെ വരും. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഒരുപാട് യാത്ര ചെയ്യണം, ഒരു കുഞ്ഞു വീട് വെക്കണം, പിന്നെ എഴുതണം. ഫിറൂഖാണെങ്കിൽ വരയ്ക്കണം. ഫിറൂന് ഒരു എക്സിബിഷനൊക്കെ നടത്താൻ ആഗ്രഹമുണ്ട്. അവനെ ഇങ്ങനെ ന്യൂഡ് ആർട്ടുകളൊക്കെ ചെയ്യുന്നതാണ്. അപ്പം അതെല്ലാം വെച്ചിട്ടൊരു എക്സിബിഷൻസ് നടത്തണം. പിന്നെ സിനിമ അവൻ്റെ അങ്ങനെയുള്ള കുറേ പുസ്തകങ്ങൾ, വായന, എഴുത്ത്, ചിത്രങ്ങൾ, ഇതൊക്കെയാണ് പ്ലാൻ. ലോകം ഇതാണ് ഞങ്ങളുടെ ലോകം. എല്ലാവരും നല്ല സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുക, നല്ല വൈബായിട്ടിരിക്കുക. അല്ലേ? താങ്ക് യു. കൂടെയുള്ളവരെ മനസ്സിലാക്കി അവർക്കനുസരിച്ച് നിൽക്കുവാൻ കഴിയുമ്പോഴാണ് ഒരാൾ എപ്പോഴും നല്ലൊരു പാർട്ണറായി മാറാൻ കഴിയുന്നത്. പരസ്പരം ഇത്തരത്തിൽ തിരിച്ചറിയുവാൻ സാധിക്കുന്നുവെങ്കിൽ അവിടെ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ ചിരിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന എത്ര പേരുണ്ട് നമുക്ക് ചുറ്റും. ഇനിയെങ്കിലും അത്തരത്തിലൊന്ന് ശ്രമിച്ചാൽ ജീവിതം തന്നെ മാറിപ്പോയേക്കാം. തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും മറക്കരുത്.